നേരാണല്ലോ. കാലമാണ് വാളും കൊണ്ടാണല്ലോ വരുന്നത്. ഞാൻ തുറക്കൂല, തുറക്കൂല പട്ടി. അക്ഷയ് സായിപ്പുണ്ടോ? അയാളുടെ വാളിന് പിടി മാത്രമല്ല മൂർച്ച ഉണ്ടോ നേരിട്ട് കണ്ടോടോ. ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. എന്റെ അമ്മേ, ഇത് സായിപ്പ് എന്നെ ബാധ കയറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇംഗ്ലീഷ് പറയില്ല. ഐ നോ ഓപ്പൺ ഷുവർ തുറക്കൂല. തന്നെ ഈ വാളിന്റെ വില ഞാൻ മനസ്സിലാക്കി തരാം. എനിക്കെല്ലാം മനസ്സിലായടാ ബ്ലഡി പട്ടി. എന്നെ കൊല്ലാൻ കിട്ടൂലടാ. ഇല്ല സായിപ്പ്, കൊലപാതകി. എടാ നിൽക്കൂലടാ, അയ്യോ എന്നെ കൊല്ലാൻ കിട്ടൂലടാ പട്ടി പമ്പി. എന്നെ കൊല്ല പട്ടി പോടാ. എടാ നിനക്ക് നിന്റെ തന്തയ്ക്ക് ഞാൻ എലിമൂത്രം തരുന്നില്ലടാ. സൂക്ഷിച്ചോ അമ്പടാ, നോക്കിക്കടാ. എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഇവിടെ. പേനാക്കത്തി, ചൂരൽപ്പിടി, തെരച്ചുവാല്, ഒലക്കയുടെ മൂട്. ഞാൻ പറഞ്ഞില്ലേ സാറേ, പട്ടാളം മുഴുവൻ വന്നാലും ഇതുങ്ങളെ നേരെയാക്കാൻ ഒക്കില്ല. ഡാഡി അല്ലാതെ ആരെങ്കിലും ഇവരുടെ വാക്കും കേട്ടോണ്ട് ആ വാളും എടുത്തോണ്ട് പോവോ? ഇവറ്റകൾ എന്റെ വാളെ തൊട്ട് കളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് തൊട്ട് നിന്നെയൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ഞാനാ. തോന്നിയാസം കാണിച്ച കുടിച്ചുകൂടി ഞാൻ എല്ലാത്തിനും. ഞാൻ പറയാതെ പച്ചവെള്ളം കൊടുത്തേക്കരുത്. പൂട്ടിയിട്ട് എല്ലാത്തിനും. വാ 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 വാ, നടക്ക നടക്ക. ആരാ? ബോബി മേത്തിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം ഉണ്ടോ? ഓഫീസിലാ. ആരാ? ബോബിയെ കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ ബോബി, കോൾ ഫോർ യു. ഹലോ. നിന്നെ കാണാൻ ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ആരെ? ഒരു പഴയ പരിചയക്കാരി കാണാൻ വന്നിരിക്കുക. എന്നെ? ആ, ഒരു കൊച്ചുണ്ട്. നിനക്ക് ഇവിടെ അറിയാവോ? ഇവിടെ അറിയുമോ? എനിക്ക് അറിയില്ല. ആരാ? എന്താ കാര്യം? നിങ്ങളൊന്ന് സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവളിലുണ്ടാകാൻ ഈ കുട്ടി എന്നുമാണ് ഇവള് പറയുന്നത്. എന്റെ കുട്ടിയാ? പച്ചക്കല്ലാണ് ഡാഡി ഇവള് പറയുന്നത്? അല്ല, സത്യമാണ്. നീല, നീ വെറുതെ. അപ്പൊ നിനക്ക് അവിടെ പേരറിയാം? പേര് പേര് പണ്ടും ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പം ഇവളവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയില്ലെന്ന് പറഞ്ഞു? ആരും അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മനസ്സിലായി? ഡാഡി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽക്കുള്ള യാതൊരു ബന്ധമില്ല. ഇതൊന്നും എന്റെ ഒന്നുമല്ല, സത്യം. ഒരു നിമിഷം. To my darling Neela, my hunger for you can never eat the miles between us.
നിനക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാം അവിടെ? ഡാഡി ഇതൊന്നും എന്റെ അല്ല ഡാഡി. ഈ കയ്യേഷ ഒപ്പ് നിന്റെ അല്ലേ? ഇതോ അത് ഇത് എന്റെയാണ്. അതെ. ഇതിന്റെ അർത്ഥം നീ ഇവിടെ തന്നെ സ്നേഹമായിരുന്നല്ലേ? എന്നാടാ നാ പറഞ്ഞിപ്പോയോ? ഡാഡി സത്യം ഞാൻ പറയാം, സ്നേഹമായിരുന്നു എന്നല്ലാതെ ബാക്കി ഈ പറയുന്ന മുഴുവൻ കള്ളാ. 3 വർഷം മുമ്പ് കോളേജ് കഴിഞ്ഞ കഥയാണിത്. ഇത്ര നാൾ ഇവിടെ എവിടെയായിരുന്നു? കോളേജിൽ നിന്ന് പോകുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അയ്യോ, അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാൾ പറഞ്ഞു. ഞാനങ്ങനെ പറയില്ല. എനിക്ക് അപ്പനമ്മ ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ലാത്ത ഇങ്ങനെയുണ്ടെന്ന് പറയും. നീ മിണ്ടരുത്. കുട്ടി പറയൂ. കത്തുകൾക്ക് മറുപടി കിട്ടാതായപ്പോ ഞാൻ ബോംബെയിൽ അന്വേഷിച്ചു. അവിടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു അഡ്രസ് തന്നു. ഞാൻ ബോംബെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പൊ മനസ്സിലായില്ല ഡാഡി ഇവിടെ കള്ളമാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായത് അന്വേഷിച്ച് ബോംബെ ചെന്നപ്പോഴാണ്. അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല. പിന്നെ ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. നിന്റെ അമ്മ വെച്ചിരിക്കുന്നത് എവിടെ? ഡാഡി ഇവിടെ പറയുന്നത് മുഴുവൻ കള്ളാ ഡാഡി. കുട്ടി പറയൂ. കൽക്കത്തയിൽ ബേബി മാത്യു എന്നൊരു ജ്യേഷ്ഠനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോ അദ്ദേഹം അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഈ അഡ്രസ് കണ്ടുപിടിച്ചത്. കോളേജ് വെച്ച് ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞു തോന്നുന്നു. വല്ലവന്റെ കൊച്ചിന്റെ തന്റെ അവന്റെ കിട്ടില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ ബോബയ്ക്ക് കഴിയും? ഓഹോ, ഞാൻ നിന്റെ തന്ത അല്ല. മതിയോ ബോബി? ഡാഡി ഡാഡി ഇതിലിടപെടണ്ട. ഇവിടെ വേറെ എന്തോ ദുരുദ്ദേശമാണ് വന്നിരിക്കുന്നത്. അയ്യേ, രണ്ടിനെ പിടിച്ച് പടിക്ക് പുറത്താക്കി പട്ടി അയച്ചു. പട്ടിയും പൂച്ചയൊന്നും അഴിക്കണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അതാ നല്ലത്. പക്ഷേ ഗേറ്റ് വരെ പോവും. അവിടെ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എന്തിന്? എനിക്കും എന്റെ കുഞ്ഞിന് നീതി കിട്ടുന്നത് വരെ ഞാനൊരു പ്രക്കാരം അല്ല പറഞ്ഞേക്കോ. കുട്ടിയോടെ നിൽക്കോ? അവള് പോയി ഇരിക്കുന്നു ഡാഡി. റാസ്കൽ, 19 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അന്തസ്സും അഭിമാനം മാത്രമേ ഉള്ളൂ ഇനി ബാക്കി. അതുകൂടെ കളഞ്ഞു വിളിക്കണോ നിനക്കൊക്കെ? പുതുശ്ശേരി വീടിന്റെ പഠിക്കലൊരു പെണ്ണവിടെ കൊച്ചിന്റെ തന്തയ്ക്ക് അവകാശം പറഞ്ഞ് കുത്തിയിരുന്നാലേ ഞാൻ പിന്നെ ജീവിച്ചിരിക്കണോടാ. ഡാഡി നീ ഒന്നും പറയണ്ട. തൽക്കാലം ഇവിടെ നിന്ന് പോയാൽ മതി. ഇവിടെ കാര്യം ഞാൻ നോക്കണം. ഡാഡി ഇവിടെ പോകാനാ പറഞ്ഞ്. ഇറങ്ങിപ്പോടാ. ഇനിയിപ്പോ ഇതിന്റെ കാര്യം എങ്ങനെ? അങ്ങനെ 6 ദിവസം കഴിഞ്ഞു. നാളെ 7. മറ്റന്നാൾ രാവിലെ 9 മണിക്ക് മുമ്പ് അവളെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ തലയും മുട്ടയടിക്കും. ഒരു സൈഡിൽ മീശകൾ. യവനൊരു കാസനോവ. ആ പെണ്ണിനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൾ വളയുന്ന കേസല്ല. അല്ലെങ്കിലേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ജാട കുറെ കൂടുതല. അതിന്റെ കൂടെ സുന്ദരിയാണെന്ന് ആരെങ്കിലും കൂടെ പറഞ്ഞാൽ ഞാൻ അതല്ല ആലോചിക്കുന്നത്. മറ്റന്നാൾ രാവിലെ ഇവനെ കാണാൻ ഭയങ്കര വൃത്തികേടായിരിക്കും. ഹലോ. ഞാനാ ബോബി. കുറെ നാളായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു. നാളെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. കാലത്ത് നീ കോളേജിൽ വരുമ്പോ ഞാൻ നിന്റെ അടുത്ത് വരും. അപ്പൊ നീ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കണം. തനിക്കെന്താ വട്ടുണ്ടോ? നീ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വട്ടുവരും. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ പിടിച്ച് കിസ് ചെയ്യും. ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എന്ത് കോൺസിക്വൻസ് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. സത്യമായിട്ടും കിസ് ചെയ്യേ. ബെറ്റ് വെച്ചാ ബെറ്റായിരിക്കണം. എല്ലാരും കാശ് കൊടുത്തെന്ന് എന്റെ പറയാ. ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം. വാ. ഒരക്ഷരവും ബോബി മിണ്ടിയില്ല. ഒരു പ്രകോപനം കൂടാതെയാണ് നീന ബോബിയെ തല്ലിയത്. സാറ് കണ്ടതല്ലേ? അതെ, അയാൾ വെറുതെ അടുത്തൂടെ കടന്നു പോയത്. അപ്പോഴാണ് ഈ കുട്ടി അയാളെ തല്ലിയത്. ഞാൻ കണ്ടു. ഇത്രയും വിറ്റ്നസ്സുകളുള്ള സ്ഥിതിക്ക് തന്റെ ഒരു വാദത്തിനും ന്യായമില്ല. ഒരു പുരുഷനെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് താൻ കാണിച്ചത്. പബ്ലിക്കായി അയാളോട് താൻ മാപ്പ് പറയണം. ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യും. നീനല്ല, ഞാനാണ് മാപ്പ് ചോദിക്കേണ്ടത്.
മറ്റാരും കേട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ നീനയോട് അനാവശ്യം പറഞ്ഞതുകൊണ്ടാണ് അവൾ എന്നെ തല്ലിയത്. ഇങ്ങനൊരു രംഗം ഉണ്ടാക്കിയതിന് കോളേജ് അധികൃതരോടും നീനയോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ബാർബർഷാപ്പിൽ ഞാൻ പറയല്ലേ. ആദ്യം മുടി വെട്ടും, എന്നിട്ട് മീശ. അല്ല, ആദ്യം നമുക്ക് ഒരു സൈഡിൽ മീശ എടുക്കാം, പിന്നെ കൊള്ളാങ്കി ബാക്കി എടുക്കാം. അതായിരുന്നു തുടക്കം. പിന്നെ ഒരു യൂഷ്വൽ കോളേജ് ലവ് അഫെയർ, അത്രയേ ഉള്ളൂ. ഇപ്പൊ എവിടുന്ന് ഒരു കൊച്ചിനെ കെട്ടിയെടുത്തോണ്ടുള്ള ഈ വരവ എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് എങ്ങനെയാ പിരിഞ്ഞത്? ഡെയ്സി വരണമെന്നില്ല, ഞാൻ തനിച്ചു പോവാം. ഞാൻ കൂടെ വരാം. താൻ എന്നെ ഒരു നല്ല സുഹൃത്തായി കരുതിയിരിക്കുന്നുണ്ടല്ലേ? എല്ലാം എന്നോട് പറഞ്ഞത്. മാത്യുങ്ങളുമായി ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇവിടെയാണോ താക്കോലിരിക്കുന്നത്? ഞാൻ വെച്ചേരാം. ഇവൻ പറയുന്നു വിശ്വസിക്കുവോ, അവള് പറയുന്നു വിശ്വസിക്കുവോ? ഡേസിക്കറിയോ, എല്ലാ തെളിവുകളുമായിട്ട് ആ പെണ്ണ് വന്നിരിക്കുന്നത്. ധൈര്യമുണ്ടോ? ഇവൻ അവക്കെ എഴുത്താ. നീനെ നമ്മുടെ പ്രണയവല്ലരി പൂക്കുന്ന ആദ്യത്തെ പൂമൊട്ടിനെ എന്ത് വിളിക്കണം? എന്തോ പറയും വല്ലരി? ഈ ചമ്പാവരി പോലെ വല്ലതാണോ? അയ്യടാ, ഞാൻ ആ കുഞ്ഞിനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, മാല. അത് തന്നെ ആ കൊച്ചിന്റെ പേരും. ഇതുപോലെ 1000 എഴുത്തുകൾ ഇവൻ അവർക്ക് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവള് പുറത്തോട്ടിറങ്ങി അവിടെ എന്താ നടക്കാൻ പോകുന്ന അറിയാവോ? ചാക്കോച്ചൻ അറിഞ്ഞാലോ? അയാളുടെ മോളുമായിട്ട് അടുത്ത ആഴ്ച മനസ്സമ്മതം ഉറപ്പിച്ചിരിക്കുക. ആ പെണ്ണറിഞ്ഞ അപ്പ ആത്മഹത്യ ചെയ്യും. അയാൾ ഈ കുടുംബം കുളന്തോണ്ടും. ഇവന്റെ കമ്പനി ഉൾപ്പെടെ അയാളുടെ കക്ഷത്തിലായിരിക്കുന്നത്. ജപ്തി നോട്ടീസ് ഓരോന്നതിന് വരാൻ തുടങ്ങും. ബാക്കിയുള്ള മനക്കാട് വേറെ. എല്ലാം കൂടെ ആലോചിക്കുമ്പോ വിഷം മേടിച്ച് നിന്ന് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. അവന്റെ ഇരിപ്പ് കേട്ടില്ലേ? അങ്കിൾ അപ്സെറ്റ് ആവണ്ട, നമുക്ക് സാവധാനം ആലോചിക്കാം. ഡാഡി, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. തൽക്കാലം നിവൃത്തിയില്ല. എന്താ കാര്യം അറിയണോ നിനക്ക്? ആദ്യം നീ പറഞ്ഞവൾ അറിയില്ലെന്ന്, പിന്നെ പറഞ്ഞ് പരിചയം മാത്രമേ ഉള്ളത്, പിന്നെ പ്രേമം, പിന്നെ എഴുത്ത്, പിന്നെ ഒരു കൊച്ചും. എങ്ങനെ വിശ്വസിക്കണം? എന്നാ വിശ്വസിക്കില്ല. ഞാൻ അവളോട് ഇറക്കി വിടും. അവളുടെ കള്ളക്കഥ തൊലി വിളിച്ചു കാണിക്കും. അപ്പൊ വിശ്വസിക്കാലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ. ദേശിയോടെ നിന്നേ. നീ ഈ കാര്യം പുറത്തു പറയരുത്. നിന്റെ അപ്പനും ഞാനും തമ്മില് ജ്യേഷ്ഠാനുജന്മാരെ പോലായിരുന്നു. കുഞ്ഞിലെ പോലെ നീ മുറ്റത്ത് കളിച്ചു വളർന്നോളാ. ഈ കുടുംബത്തിന്റെ മാനം നിന്റെയും കൂടാ. പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് ഉണ്ണുണ്ണിയോട് മിണ്ടരുത്. അവന്റെ നാക്കിന് വെല്ലും ബ്രേക്കൊന്നുമില്ലെന്നറിയാമല്ലോ. ഇവൾ ഇതുവരെ വന്നില്ലേ? സമയം ഇത്രയായല്ലോ. ഓഫീസിൽ ചോദിച്ചപ്പോ അവള് നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. ഇവളിത് എവിടെ പോയി? സത്ത് പാട്ടി ചുവന്ന സോക്സ്. ഇത്രയും മതി, ഞാൻ പിടിച്ചോളാം. ബോബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
വീട്ടിൽ നിന്ന് ഒരു ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്താ കാര്യം? ഒന്ന് ഇറങ്ങി വാ, പറയാം. നീന, ഞാൻ ബേബിച്ചായനോട് നമ്മുടെ കല്യാണക്കാരെ അറിയിച്ചിട്ടുണ്ട്. ബേബിച്ചായൻ ഡാഡിയോട് പറയാന്ന് പറഞ്ഞിരിക്കുക. ഡാഡി അറിഞ്ഞു കഴിഞ്ഞാലുടൻ തന്റെ വീട്ടുകാരെ അങ്ങോട്ട് എല്ലാം പറയണം. അവർ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡാഡിയുടെ മുമ്പിൽ പോകത്തുള്ളൂ, കേട്ടോ? ഹേ നീന, നീന. ബോബി, അവൾ ഇന്നലെ രാത്രി തന്നെ ഹോസ്റ്റലിൽ നിന്ന് പോയെന്ന്. എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? എനിക്ക് പറയണം. എന്ത്? ഒന്നും പറയാതെ ഒരു ദിവസം പോയിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കയറി വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്? എനിക്ക് അപ്പ അങ്ങനെ തോന്നി, ഇപ്പൊ ഇങ്ങനെയും തോന്നി. നിനക്ക് തോന്നും പോലെ തട്ടിക്കളിക്കാൻ ഞാൻ എന്താ പന്താണോ? സത്യം പറ, നിന്റെ ഉദ്ദേശം കുറെ കാശല്ലേ? എത്ര വേണമെന്ന് പറ, തരാം. ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്നാ മതി. ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. എന്താണെന്ന് പറ, പറ. ഇപ്പൊ തരാം, പറ 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 പറ. ഒരു ആ. 1 കോടി രൂപ തന്നാ ഞാൻ പൊയ്ക്കോളാം. ഓ, അത്ര മതിയോ? എന്താ തീരെ കുറച്ച് പറഞ്ഞ? എനിക്ക് അത്രയും മതി. ഓ, സന്തോഷം. എങ്ങനെ കയ്യിൽ കൊണ്ടുപോകോ അതോ ഞാൻ ഒരു വണ്ടി വിളിച്ചായിരുന്നോ? ഈ കുഞ്ഞ് ഇവിടെ വളരുന്ന അത്ര സൗകര്യത്തിൽ തന്നെ എനിക്ക് വളർത്തണം. 10 പൈസ തരാൻ നിന്നെ ഇവിടെ നിറക്കി വിടാൻ എനിക്കറിയാം. തൽക്കാലം എന്റെ മുറി നിറങ്ങാൻ. ഞാൻ എന്തിനിറങ്ങണം? ഇത് എന്റെ മുറിയാ. ഭർത്താവിന്റെ മുറിയിലല്ലേ ഭാര്യ കിടക്കുക. ഭർത്താവിന്റെ എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. ഡാഡി ഈ മുറി കിടന്നോളാൻ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കും.